വളരുംതോറും പിളരുന്ന ഒട്ടേറെ രാഷ്ട്രീയ പാർട്ടികളെ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. വലിയ പാർട്ടികളിലുള്ളതിനേക്കാൾ പ്രശ്നങ്ങൾ ചെറിയ പല പാർട്ടികളിലും ഉണ്ട്. അത്തരത്തിൽ എപ്പോഴും പ്രശ്നങ്ങളാൽ സങ്കീർണമായ രാഷ്ട്രീയ പാർട്ടിയാണ് NCP-S. സമീപകാലത്ത് അവർക്കുള്ളിൽ ഉടലെടുത്ത പ്രശ്നങ്ങളും സംഭവ വികാസങ്ങളും പാർട്ടി യോഗങ്ങളിൽ കയ്യാങ്കളികൾ വരെ നമ്മൾ കണ്ടതാണ്. പ്രധാനമായും PC ചാക്കോ സംസ്ഥാന പ്രസിഡന്റായി കടന്നു വന്നതോടെയാണ് പ്രശ്നങ്ങൾ കൂടുതൽ ശക്തമാകുന്നത്. ഒരുപക്ഷെ NCP-യുടെ ശാന്തമായ അന്തരീക്ഷത്തെ കലുഷിതമാക്കിയത് ചാക്കോ തന്നെയാണെന്ന് പറയാം. കോൺഗ്രസിൽ നിന്ന് നേരെ NCP-യിലേക്ക് വന്ന ചാക്കോയ്ക്ക് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം നൽകിയത് പാർട്ടിയിലെ പലർക്കും ഇഷ്ടപ്പെട്ടിരുന്നില്ല. തുടക്കത്തിൽ അടയും ചക്കരയുമായിരുന്നെങ്കിലും ചാക്കോയും മന്ത്രി AK ശശീന്ദ്രനും പിന്നീട് മാനസികമായി അകൽച്ചയിലായി. AK ശശീന്ദ്രനെ മന്ത്രി കസേരയിൽ നിന്നിറക്കി അവിടെ മറ്റൊരാളെ ഇരുത്താനുള്ള നെട്ടോട്ടമായിരുന്നു ചാക്കോയെ ഈ ഗതിയിലേക്ക് എത്തിച്ചത്. മന്ത്രിമാറ്റത്തിന് അരയും തലയും മുറുക്കിയിറങ്ങിയ സംസ്ഥാന പ്രസിഡന്റിന് കസേരയും നഷ്ടമായി നാണം കെടുകയും ചെയ്തു. അതേസമയം മന്ത്രി കസേരയ്ക്കായി പിടിവലി കൂടിയവർ ഒന്നായി. ഒരാൾ മന്ത്രിയായി തുടരുമ്പോൾ മറ്റേയാൾക്ക് പാർട്ടി അധ്യക്ഷൻ പദവിയും ഉറപ്പിച്ചു. അതും ഗതികെട്ട് ചാക്കോ പടിയിറങ്ങിയപ്പോൾ ഒഴിവന്ന അതേ കസേരയിൽ തന്നെ. വനമന്ത്രി AK ശശീന്ദ്രനെ മന്ത്രി കസേരയിൽ നിന്നും ഇറക്കി അവിടെ ഇരിക്കാൻ നടന്നത് കുട്ടനാട് MLA തോമസ് K തോമസ് ആയിരുന്നു. അതിന് എല്ലാ സഹായവും ചെയ്തത് സംസ്ഥാന പ്രസിഡന്റായിരുന്ന PC ചാക്കോ ആയിരുന്നു. ശശീന്ദ്രനെയും കൂട്ടി മുംബൈയിലെത്തി ശരത് പവാറിനെ കണ്ട് മന്ത്രിമാരതിന് അനുകൂല തീരുമാനമെടുപ്പിച്ചു. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അടുത്തെത്തിയപ്പോൾ പക്ഷേ ഓടിച്ചു വിടുകയാണ് ചെയ്തത്. മന്ത്രിയെ മാറണമെന്ന ആവശ്യം പലവട്ടം ചാക്കോ മുഖ്യമന്ത്രിക്ക് മുൻപിൽ വെച്ചെങ്കിലും അതൊന്നും അംഗീകരിക്കപ്പെട്ടില്ല. ഇതിനിടെയാണ് കേരളത്തിലെ 3 LDF MLA-മാരുടെ കുതിര കച്ചവടത്തിന് തോമസ് K തോമസ് വഴി കോടികൾ കോഴയായി ഇറക്കാൻ NCP-യിലെ അജിത് പവാർ വിഭാഗം ശ്രമിച്ചുവെന്ന ആരോപണം വന്നത്. തോമസ് K തോമസ് തനിക്ക് 50 കോടി ഓഫർ നൽകിയെന്ന മുൻ മന്ത്രി ആന്റണി രാജുവിന്റെ വെളിപ്പെടുത്തൽ പുറത്തുവരികയും അത് മുഖ്യമന്ത്രി വിശ്വാസത്തിലെടുക്കുകയും ചെയ്തപ്പോൾ തോമസ് K തോമസിന് മന്ത്രിപദത്തിലേക്ക് ഉടനെങ്ങും എത്താനാവില്ലെന്ന് ഉറപ്പായി. ഇതോടെ മോഹം മാറ്റിവെച്ച തോമസ് പ്രായോഗിക നിലപാടിലേക്ക് നീങ്ങി. അങ്ങനെയാണ് എതിർപ്പാളയത്തിൽ നിന്ന് ശശീന്ദ്രനുമായി ചേർന്ന് സംസ്ഥാന അധ്യക്ഷ പദവി പിടിക്കാൻ തീരുമാനിച്ചത്. അത് പ്രതീക്ഷിച്ചതിലും എളുപ്പമായി. ഇരുവരും ഒന്നായെന്ന് ബോധ്യപ്പെട്ടതോടെ സ്വയം ഒഴിയാൻ ചാക്കോ തയ്യാറായി. പാർട്ടിക്ക് അനുവദിച്ചു കിട്ടിയ ഒഴിവിലേക്ക് PSC അംഗത്തെ നിയമിക്കാൻ കോഴ വാങ്ങിയെന്ന ആരോപണം ചാക്കോയ്ക്കെതിരെ പാർട്ടി യോഗത്തിൽ തന്നെ ഉന്നയിക്കപ്പെട്ടു. തനിക്ക് വേണ്ടപ്പെട്ട മറ്റൊരാളാണ് പണം വാങ്ങിയതെന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ സമ്മതിക്കേണ്ടി വന്ന ചാക്കോ ഒറ്റപ്പെട്ട അവസ്ഥയിലുമായി. ഇതോടെ തോമസ് K തോമസിനെ പ്രസിഡന്റ് സ്ഥാനത്തിരുത്തി ശേഷിച്ച കാലയളവിൽ തന്റെ മന്ത്രി കസേര ഉറപ്പിക്കാൻ ശശീന്ദ്രനും കരുക്കൾ നീക്കി. ആ നീക്കത്തിന്റെ ഫലമാണ് ഇന്ന് PC ചാക്കോയെ കൂട്ടി ഇരുവരും ശരത് പവാറിനെ നേരിൽ കണ്ട് സംസ്ഥാന പ്രസിഡന്റിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കിയത്. നിലവിൽ ചാക്കോയുടെ പക്കലുള്ളത് NCP-S-ന്റെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് എന്ന പദവി മാത്രമാണ്. ഭരണമുള്ള സംസ്ഥാനത്ത് പോലും ലഭിക്കാത്ത എന്ത് വിലയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഇനി ചാക്കോയ്ക്ക് ലഭിക്കുക എന്നതാണ് വലിയ ചോദ്യം. NCP-S സംസ്ഥാന ജില്ലാ ഭാരവാഹികളുമായി ചർച്ച നടത്താൻ ഈ മാസം 25-ന് കേന്ദ്ര നിരീക്ഷകൻ ജിതേന്ദ്ര അവാർഡ് കേരളത്തിലെത്തും. പാർട്ടി ജില്ലാ പ്രസിഡന്റുമാർ അടക്കമുള്ളവരുടെ പിന്തുണ കൂടി ഉറപ്പിച്ച ശേഷമാകും സംസ്ഥാന പ്രസിഡന്റ് കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുക. അതേസമയം ചാക്കോ സംസ്ഥാന പ്രസിഡന്റായിരുന്നപ്പോൾ ഉയർന്നു വന്ന ചില ആരോപണങ്ങൾ തോമസിനെയും അലട്ടുന്നുണ്ട്. തോമസ് K തോമസിന്റെ സഹോദരൻ തോമസ് ചാണ്ടി മരിച്ചപ്പോൾ ഒഴിവ് വന്ന കുട്ടനാട് സീറ്റിൽ മത്സരിച്ചതിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പാർട്ടിയിലേക്കുള്ള കടന്നുവരവ്. അതല്ലാതെ യാതൊരു രാഷ്ട്രീയ പശ്ചാത്തലവും തോമസ് K തോമസിനില്ല. പാർട്ടിക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ വെള്ളം കോരിയവരെ അവഗണിച്ചുകൊണ്ട് ഇത്തരക്കാരെ നേതാവായി ഉയർത്തിക്കാട്ടുന്നതിൽ പലർക്കും അതൃപ്തിയുണ്ട്. അതേസമയം ചാക്കോ പുറത്താണെങ്കിലും ശശീന്ദ്രനും തോമസും ഹാപ്പിയാണ്. രണ്ടുപേർക്കും ആഗ്രഹം അധികാരത്തോടായിരുന്നു. അധികാരത്തോട് ഭ്രാന്തമായ ഒരു ഇഷ്ടമുള്ള ചാക്കോയെ പുറത്താക്കിയാണെങ്കിലും ഇരുവരും അധികാരം ഉറപ്പാക്കിയിരിക്കുന്നു. സഹോദരന്റെ ബാഗ് പിടിച്ചു നടന്നു എന്നല്ലാതെ യാതൊരു രാഷ്ട്രീയ പാരമ്പര്യവുമുള്ള ആളല്ല തോമസ് K തോമസ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ കുട്ടനാട് സീറ്റ് CPM ഏറ്റെടുക്കണമെന്നും അദ്ദേഹം തുറന്നടിച്ചു. CPM-ന്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിലും തോമസ് K തോമസ് MLA-ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. മണ്ഡലത്തിന്റെ തെക്കും വടക്കും പോലും അറിയാത്ത ആളാണ് തോമസ് K തോമസ് എന്ന് പോലും CPM സമ്മേളനത്തിൽ വിമർശനമുണ്ടായി. പക്ഷേ അത്തരം വിമർശനങ്ങളോടും പക്വതയോടെയായിരുന്നു തോമസിന്റെ പ്രതികരണം. CPM-ന്റെ തെറ്റിദ്ധാരണ താൻ മാറ്റുമെന്നായിരുന്നു തോമസ് പ്രതികരിച്ചത്. രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് തോമസ് K തോമസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനമെന്ന് പറയുന്നവരുമുണ്ട്. ഏതായാലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ നയിക്കുവാനുള്ള ബോധവും ബോധ്യങ്ങളും തോമസ് K തോമസിന് ഇല്ലെന്ന് കേരളത്തിലെ ഏതൊരാൾക്കും അറിയുന്നതാണ്. ആന്റണി രാജു MLA ആരോപിച്ചിരുന്നത് പോലെ ഒരു കാലത്ത് 4 ആൾ അറിയുന്ന ഒരു പാർട്ടിയുടെ ഒരു വിഭാഗത്തെ ആണെങ്കിൽ പോലും തോമസ് K തോമസ് മൊത്തത്തിൽ കച്ചവടമാക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്.